യാത്ര കെ.എസ്.ആർ.ടി.സിയിൽ സൗജന്യ യാത്ര കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിലേ അത് ഏകദേശം വളരെയധികം പരിതാപകരമായിട്ടുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് സൗജന്യ യാത്ര എന്നും കൂടി പറഞ്ഞാൽ ഭാവി തീരെ യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ ഭരണകർത്താക്കളുടെ തലതിരിഞ്ഞൊരു നയം എന്ന് മാത്രമേ ഇതിന് പറയാനുള്ളൂ. കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയും നമുക്ക് അധികാരം കിട്ടാൻ വേണ്ടിയും മാത്രം കാണിക്കുന്ന ഒരു പേക്കൂത്തുകളാണ് ഇതിനെ പറയാനുള്ളൂ. അതുമാത്രമല്ല, ഇത് എല്ലാം തന്നെ ഒരു റൂട്ടിലുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അത് നഷ്ടം ലാഭവും കാര്യങ്ങളെല്ലാം ഇത്രയും വർഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ റൂട്ടിൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണം അറിയാം, ഈ വെറും സ്ത്രീകൾക്ക് മാത്രം വേറെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അവർ ഒന്നിച്ചിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരു ബസ് മൊത്തത്തിൽ അങ്ങോട്ട് പിടിച്ച് സ്ത്രീകൾ മാത്രം കയറിയിട്ട് അവർക്ക് എവിടെ പോകുവാനും സ്ത്രീകൾ മാത്രമുള്ളൊരു യാത്ര പ്ലാൻ ചെയ്തുകൊണ്ട് ടിക്കറ്റൊന്നും എടുക്കാതെ ഒരു ബസ് പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയാൽ മതി കെ.എസ്.ആർ.ടി.സി. അവർക്ക് വേറെ വാഹനങ്ങളൊന്നും ആശ്രയിക്കേണ്ടിയില്ല. അപ്പം മറ്റുള്ളവർക്കും കൂടി അതിൻ്റെ വരുമാനം കുറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സ്ത്രീകൾ വെറും കെ.എസ്.ആർ.ടി.സി മാത്രം ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ മറ്റുള്ള വാഹന സൗകര്യങ്ങൾക്കൊക്കെ അതേപോലെ പിന്നെ ഓട്ടോറിക്ഷകളായാലും ശരി, കാറുകളായാലും ശരി, അതേപോലെ പല ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഈ സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ ഇത് മറ്റുള്ള മേഖലകളിലും കൂടി വളരെയധികം ബാധിക്കുന്നതാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിനെയും ബാധിക്കുന്നതാണ്. ഇത് ഒരു കാരണവശാലും പ്രായോഗികപരമായിട്ടുള്ള ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഭരണകർത്താക്കളെ തലതിരിഞ്ഞൊരു പരിപാടി എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. അതായത് അല്ലെങ്കിൽ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് ഉറുപ്പിക ഇപ്പോഴും വളരെയധികം നഷ്ടത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഈ എന്താ പറയേണ്ടത്, വളരെയധികം സൂചിപ്പിക്കാനും കുറേ വോട്ട് കിട്ടാനും വേണ്ടി മാത്രമുള്ള ഒരു തലതിരിഞ്ഞ ഒരു പരിപാടി എന്നുള്ളതിൽ കഴിഞ്ഞ് ഇതിന് യാതൊരു പ്രായോഗികപരമായിട്ടുള്ള ഒരു വീക്ഷണവും ഇല്ല എന്നുള്ളതാണ് ഇതിലെനിക്ക് പറയാനുള്ളത്. കർണാടകയിലും തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ സൗജന്യ യാത്ര നേരത്തെ സ്ത്രീകൾക്കുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? കർണാടകയിലൊക്കെ അത് ഒരു കാലത്ത് അത്, പക്ഷേ അവിടെയൊക്കെ കുറച്ചും കൂടി ഒരു ദീർഘവീക്ഷണം, അവർക്കെല്ലാം പല മാർഗ്ഗങ്ങളുണ്ട്. കെ.എസ്.ആർ.ടി.സിൻ്റെ അകത്ത് ഇങ്ങനെ ഇതേപോലെ പണ്ട് കാലത്തെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒരു വളരെയധികം കേരളത്തിനെക്കാട്ടും വളരെയധികം കുത്തഴിഞ്ഞൊരു സംഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവർ പല മേഖലകളിലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മേഖലകളിൽ അവർ സൗജന്യം കൊടുക്കുന്നതിൻ്റെ തന്നെ അതിനുള്ള മറ്റുള്ള മാർഗ്ഗങ്ങൾ അവർ കണ്ടിരുന്നു. ഇപ്പം കേരളത്തിൽ അങ്ങനെ യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാത്തൊരു സംഭവങ്ങളാണ്. കുറേ ഇപ്പം ഞാൻ പറഞ്ഞില്ല, വോട്ട് കിട്ടാൻ വേണ്ടി അന്നേരമുള്ളൊരു ഇവരോട് പറഞ്ഞു പോയാലോ എന്നായിപ്പോയി. ആ പറഞ്ഞു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇപ്പം നടപ്പിലാക്കാതിരിക്കാനും പറ്റില്ല. പറഞ്ഞും പോയി നമ്മളോടുള്ള ജനങ്ങൾക്കുള്ള ചിന്താഗതി അങ്ങ് മാറിപ്പോവും. ഇപ്പോൾ ഇടതുപക്ഷത്തിനേക്കാളും നമ്മൾ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ടീമാണെന്നുള്ള കാണിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സംഭവമാണിത്. പ്രായോഗികപരമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കും ചിന്തിക്കാൻ പറ്റില്ല. കർണാടകത്തിൽ അങ്ങനെയല്ല. കർണാടകത്തിൽ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് കൊടുക്കാതെ സാഹചര്യം വന്നപ്പോൾ അവിടുത്തെ സ്ത്രീകൾ തന്നെ തെരുവിൽ ഇറങ്ങിയതിന് ശേഷമാണ് അവർ നടപ്പിലാക്കി തുടങ്ങിയത്. അപ്പോൾ അതും കൂടെ അവിടെ ഉണ്ട് സംഭവം. കർണാടകത്തിലെല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ കൊടുക്കാതിരുന്ന്, അതുപോലെ KSEBിൻ്റെ എത്ര യൂണിറ്റ് അവർ സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് ഈ കർണാടകത്തിൽ. അത് കിട്ടുന്നില്ല എന്ന് തോന്നിയതിന് ശേഷം, കൊടുക്കുന്നില്ല എന്ന് തോന്നിയ ശേഷം അവർ വീണ്ടും തെരുവിലിറങ്ങി ഈ സ്ത്രീകൾ. അതിന് ശേഷമാണ് മെല്ലെ കൊടുക്കാൻ തുടങ്ങി. അത് പിന്നെ പിൻവലിക്കുകയും ചെയ്തു ആ പരിപാടികൾ. അപ്പോൾ ഇതൊന്നും ഒരു ദീർഘവീക്ഷണമില്ലാത്ത പരിപാടി എന്ന് മാത്രമേ പറയുള്ളൂ. എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കട്ടെ, കേരളത്തിൽ ഏത് മേഖലയാണ് ഒരു എന്താ പറയേണ്ടത്, ഒരു ലാഭകരമാക്കി ഏതെങ്കിലും ഒരു മേഖലയുണ്ടോ? അതിനിടയ്ക്കാണ് ഈ KSRTC ഇപ്പം ഗണേഷ് കുമാർ വന്ന സമയത്ത് കുറേ ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നഷ്ടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഡെയിലിയുള്ള ശമ്പളം തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ ഗണേഷ് കുമാർ വളരെയധികം മാറ്റം വരുത്തിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം കംപ്ലീറ്റ് താർക്കുന്ന ഒരു ടൈപ്പിലേക്കാണ് ഇവിടുത്തെ കേരളത്തിലെ ഈ KSRTCൻ്റെ ഈ തലയിരുന്ന പരിപാടി എന്ന് പറയുന്നത് ഭരണകർത്താക്കൾ. അപ്പോൾ ഇതൊന്നും ഒരു പ്രായോഗികപരമായിട്ടുള്ള യാതൊരു ഇതുമല്ല. പ്രായോഗികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം KSRTCനെ മാത്രം ഇപ്പോൾ അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകളിൽ ഇവർ ഇങ്ങനെയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകൾ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? അവർക്ക് ഈ എല്ലാവരുടെയും പ്രൈവറ്റ് ബസ്സുകൾ എന്ന് പറഞ്ഞാൽ വളരെ നാമമാത്രമേ എന്ന ഒരു ചെറിയൊരു ലാഭത്തിൽ കൂടിയാണ് അവരിപ്പം ആയിട്ടുണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെടുക്കാണ് ഈ KSRTCൻ്റെ അകത്ത് ഇങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര കൊടുക്കാമെന്ന് പറയുമ്പോൾ ആ സ്ത്രീകൾ ഒന്നിച്ചിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പ്ലാൻ ഇടുന്നവർ സ്ത്രീകൾക്ക് കുറേ എവിടെയെങ്കിലും ഒരു ടൂർ പോകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അതിന് ചിലപ്പം പണ്ടെല്ലാം കാർ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് ബസ്സുകൾ ആശ്രയിക്കുകയും ചെയ്തത്. ആ സ്ഥലത്താണ് സ്ത്രീകൾ ഒന്നിച്ചിട്ട് പറയുകയാണ്, നമുക്ക് വേറെ കാറും ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ KSRTCൻ്റെ സൗജന്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി സൗജന്യ ബസ്സുണ്ടല്ലോ, ബസ്സിൽ അങ്ങോട്ട് പോവുക. അപ്പോൾ കാറിൻ്റെ ആ ഒരു വരുമാനം കുറയാണ്, മറ്റുള്ള പ്രൈവറ്റ് ബസ്സിൻ്റെ വരുമാനം കുറയാണ്. ഇതെല്ലാം വളരെയധികം ഡേഞ്ചറായി ഈ പരിപാടി.